friends, welcome to my channel Wandering Girls. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈ എവറിഡേ മേക്കപ്പ് ലുക്ക്. ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തിട്ട് ക്യുക്ക് ആൻഡ് സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ഹെയർ സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഹെയർ സെറ്റ് ചെയ്തു. കാരണം മേക്കപ്പ് ഇടുമ്പോൾ മുടി കണ്ണിൽ വീഴാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഹെയർ സെറ്റ് ചെയ്തു. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ, മേക്കപ്പ് ഇടുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോകണം. ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതിൻ്റെ ഭംഗി കണ്ടാലും പേടിക്കേണ്ട, കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമായതുകൊണ്ട് കുറച്ച് ഭംഗിക്കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫേസിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് യൂസ് ചെയ്യാം. ഫേസ് മേക്കപ്പിന് മുന്നേ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഫേസ് പോലെ തന്നെ നമ്മളുടെ ബോഡിയും ഫുൾ ബോഡി മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, പക്ഷേ പലരും നമ്മുടെ ഫുൾ എൻറ്റയർ ബോഡി മോയ്സ്ചറൈസ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങളങ്ങോട്ട് ചെയ്യാറില്ലെങ്കിൽ ഇനി മുതൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. നമ്മൾ അടുത്തത് യൂസ് ചെയ്യുന്നത് പ്രൈമറാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേ 925ൻ്റെ അക്വാ ജെൽ. കാണാമല്ലോ അല്ലേ? ഈ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മേക്കപ്പ് എപ്പോൾ മേക്കപ്പ് ഇട്ടാലും ഒരിക്കലും പ്രൈമർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അലോവേര ഉണ്ടെങ്കിൽ അലോവേര ജെല്ല് നിങ്ങൾക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. ദെൻ ലിപ് ബാം. ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ സാധാരണ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ലിപ് ബാം, ഈ ഒരു ബേസ് ഇടുന്ന കൂട്ടത്തിൽ തന്നെ ലിപ് ബാം യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്ന ഇവിടെ വാടി ഹെർബൽസിൻ്റെ നൈക്കയിൽ നിന്ന് വാങ്ങിയൊരു ലിപ് ബാമാണ്. വളരെ നല്ലൊരു ലിപ് ബാമാണ്. നന്നായിട്ട് നന്നായിട്ട് ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ BB ക്രീം. എൻ്റെ സ്കിൻ ടോണൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇത് ഒരു ഷെയ്ഡ് ഹണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അത്യാവശ്യം കവറേജ്, ഒരു മീഡിയം കവറേജൊക്കെ കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ SPF 30 ആണ്. ഞാനൊരു ഇത്ര മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു മതി ധാരാളമാണ്. ഇതുപോലെ നമ്മൾ ഡോട്ട്സ് ഇടുന്നു. ഇതുപോലൊരു സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണിത് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ജസ്റ്റ് ഈ സ്പഞ്ചിലൊന്ന് സ്പ്രേ ചെയ്യും. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. സോ നമ്മളെന്നിട്ട് ബ്ലെൻഡ് ചെയ്യും. ഫേസ് ഇത് ഫുൾ ബ്ലെൻഡ് ചെയ്തു. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കവറേജ് കിട്ടുന്നുണ്ട്. വളരെ നല്ല ഒരു BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട്. നല്ലൊരു BB ക്രീമാണ് ഈ നൈക്കയുടെ സ്കിൻ ജീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള BB ക്രീം. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസ് ഇട്ടതിന് ശേഷം, ഈ ഒരു ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്തേക്കുന്നതിനൊന്ന് സെറ്റ് ചെയ്യാം. ഇതല്ലാതെ ഇപ്പം സെറ്റിംഗ് പൗഡേഴ്സൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ
പെട്ടെന്ന് സാധാരണ സ്വെറ്റ് ആവുന്ന ഈ ഒരു അണ്ടർ ഐസ്, അപ്പർ ലിപ്സ്, ഇതൊക്കെയാണ് പെട്ടെന്ന് സ്വെറ്റ് ആവുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറച്ചൊന്ന് കാര്യമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തോളും മേക്കപ്പ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മേക്കപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഐബ്രോസ് സെറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ നമുക്കിവിടെ ഐബ്രോസ് സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പൊതുവേ ഇതുണ്ടോ സേഫായിട്ട് ആദ്യം ചെയ്യും. നമ്മൾ ഇവിടെ കുറച്ച് ഇല്ലാത്ത സൈഡിലൊക്കെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കും. എൻ്റെ പിന്നെ ഭയങ്കര അനുസരണയില്ലാത്ത ഐബ്രോസ് ആയതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊഴിഞ്ഞൊക്കെ പോകുന്നത് കൊണ്ടും കണ്ടാ ഗ്യാപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം. ഇനി നമ്മൾ ഇടയ്ക്ക് വരച്ച് കൊടുത്തിട്ട് ഈ ഒരു സംഭവം കൊണ്ടങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്യുക കണ്ടാ. അപ്പോൾ അവിടെ അടങ്ങിയിരുന്നോളും. ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളർ ചെയ്യുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങനെ ഭയങ്കര പ്രോപ്പറായിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളൊന്നുമല്ല എനിക്ക്. പക്ഷേ ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് വരണം എന്നുണ്ട്. അങ്ങനെ ഐബ്രോസ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് കണ്ണെഴുതാം. ഞാനിതിന് യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഐക്കോണിക് കാജൽ. എല്ലാവർക്കും നല്ല ഫെമിലിയറാണ്. ഈ ഒരു കാജൽ സ്റ്റിക്കാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര സേഫാണ്. നന്നായിട്ട് എഴുതാം. ഞാൻ താഴെയും മേളിലും ഒക്കെ എഴുതാനായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഐലൈനർ ഫാൻ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് തന്നെയാണ്, ഈ കാജൽ തന്നെയാണ് ഞാൻ മേളിൽ ഫില്ല് ചെയ്യുന്നത്. തൽക്കാലം ഞാൻ താഴെ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം മേളിൽ എന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെ ഫുൾ മേളിൽ താഴെയൊക്കെ എഴുതിയിട്ട് പോകാറുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ ഞാനെന്നും ഡെയിലി മേക്കപ്പ് ചെയ്യുമ്പോൾ ഡെയിലി ലുക്കിന് ഞാൻ എപ്പോഴും താഴെ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. സോ നമുക്കത് ചെയ്യാം. അപ്പോൾ അങ്ങനെ കണ്ടെത്തി. ഓക്കെ, ലാസ്റ്റ് മസ്കാര യൂസ് ചെയ്യാം. ഓക്കെ, ബ്രഷും സ്മെല്ലൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല വോളിയം തോന്നിക്കും. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുക മസ്കാര. താഴെ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഐബ്രോസ് ചെയ്തു, കണ്ണെഴുതി, മസ്കാര ഇട്ടു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിനിയിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോഴും കോളേജിലൊക്കെ പോകുമ്പോഴും നമ്മൾ സാധാരണ ഒരു ഡെയിലി മേക്കപ്പ് ലുക്കിന് പൊതുവേ നമ്മൾ ചൂസ് ചെയ്യുന്നത് ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്സ് ആണ്. അങ്ങനെ ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് നൈക്കയുടെ നോട്ടി നൂഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് അണ്ടർടോൺ വരുന്ന ഒരു ഷെയ്ഡാണ്. നമ്മൾ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് മുടി കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, കുറച്ച് ബ്ലഷും കൂടി ആവാമല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലഷ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. ഇത് തന്നെ നമുക്ക് ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചെടുത്തിട്ട് ഈ ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിരിച്ച് തന്നെ ബ്ലഷ് ഇട്ടോ, എന്നാലേ എവിടെയാണ് ഇടേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് തന്നെ നമുക്ക് ഐ ഷാഡോ ആയിട്ട് ഇടാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ഐ ഷാഡോ ആയിട്ട് ഇടുന്നില്ല, ബ്ലഷ് മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ എവറിഡേ മേക്കപ്പ് ലുക്ക്. ഇത്രയും സമയമൊന്നും എടുക്കാറില്ല. ഇതിപ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞ് തന്നൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നത്. സാധാരണ ഇത്രയല്ല, വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ബൈ.